എത്രയൊക്കെ പൈസ ഉണ്ടാക്കിയാലും എത്രയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചാലും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം നാട്ടിൽ വന്നപ്പോഴും ഞാനും അച്ഛനും അമ്മയും കൂടി പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആഫ്റ്റർ 1 ഇയറിന് ശേഷം വീണ്ടും അച്ഛനും അമ്മയും ഞാനും അമ്മമ്മയും വല്യമ്മയും നൈനും മാളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊരു അസുഖങ്ങളും ഇല്ല എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് നല്ലത് തന്നെയാണ്. അതിനു മുന്നേ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുന്നത് ബെറ്റർ അല്ലേ? അച്ഛനും അമ്മയ്ക്കും ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ടെൻഷൻ അടിച്ച് ജീവിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അവരെയൊക്കെ നിർബന്ധിച്ച് ഞാൻ ഇതിന് എന്തായാലും കൊണ്ടുപോകും. കൂടെ നൈനും അമ്മമ്മയും വല്യമ്മയും കൂടെ വലിച്ചെടുത്തുകൊണ്ടാണ് പോയേക്കുന്നത്. ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവ് ചെക്കപ്പാണ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ബുക്ക് ചെയ്തത്. പെർ പേഴ്സണ് 6500 rupees ആണ് വരുന്നത്. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഷുഗർ, കൊളസ്ട്രോൾ, വിറ്റമിൻസ്, വേറെ കുറെ അസുഖങ്ങൾ, അൾട്രാസൗണ്ട്, ECG, ഡെന്റൽ, ഡയറ്റീഷ്യൻ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതിന് കൂടാതെ തന്നെ ഡയറ്റീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ്, ഫിസിഷ്യൻ തുടങ്ങിയ 3 ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാനും പറ്റും. ഇതിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. രാവിലെ 6 മണിക്ക് ഉറക്കം അണിച്ച് പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടത്. അതിനുവേണ്ടി 7 മണിക്ക് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഫുഡ് കഴിച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. പിന്നീടാണ് നമ്മൾ ബാക്കിയുള്ള ചെക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എണ്ണസംഖ്യ കൂടുതലായതുകൊണ്ടും എല്ലാവർക്കും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിറങ്ങുന്നത് കൊണ്ടും കുറച്ച് നന്നധികം ലേറ്റ് ആയി. അവസാന ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ പേടിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മൂമ്മേന്റെ, അമ്മേന്റെ, അച്ഛൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കൂടാതെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ? എന്റെ റിസൾട്ടിൽ എപ്പോഴും എനിക്ക് തൈറോയ്ഡ് അധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിറ്റമിൻ ഡിന്റെ കുറവും നന്നായിട്ടുണ്ടായിരുന്നു. ഇത് 2 മാത്രമായിരുന്നു എന്റെ അസുഖം. അച്ഛന് ഷുഗറും കൊളസ്ട്രോളും തുടങ്ങിയ എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. റിസൾട്ട് വരുന്ന ഒരു നെഞ്ചിലൊരു ആന്തലാണ്, എന്താ ഇനി സംഭവിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് കുറച്ച് വലുത് തന്നെയാണ്. UK മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നാട്ടിലുള്ളവർ വർഷത്തിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ കാലത്തെ ഫുഡും ലൈഫ് സ്റ്റൈലും ഒക്കെ ഇല്ലാത്ത അസുഖങ്ങൾ നമ്മളെ തേടി വരുന്ന ഒരു അവസ്ഥയല്ലേ? അതുകൊണ്ട് തുടക്കത്തിലെ ഓരോ അസുഖങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നാട്ടിൽ വന്നാൽ ചെയ്യണം എന്ന് ആലോചിച്ച് വെച്ചിരുന്നതിൽ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇത്. തിരിച്ചു പോകാനുള്ള കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഇത് ചെയ്തു തീർക്കാന്നുള്ളൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ധൈര്യപൂർവ്വവും സമയം കണ്ടുപിടിച്ച് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോയി ഒരു ചെക്കപ്പ് അങ്ങ് ചെയ്യിപ്പിച്ചു. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ചെക്കപ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയോടെയാണ് ഫിനിഷ് ആയത്. 3 മണിയോടെ ചെക്കപ്പ് ചെയ്ത എല്ലാത്തിന്റെയും റിസൾട്ടും കിട്ടി. നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ഫിസിഷ്യന്റെ അടുത്ത് പോയി അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യേണ്ട ഡോക്ടറിനെയും കഴിക്കേണ്ട ടാബ്ലറ്റ്സും എല്ലാം അവിടെ നിന്ന് തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ ഡയറ്റീഷ്യന്റെ വക കുറച്ചധികം വഴക്കം കേട്ടോ. ഫുഡ് അധികം നന്നായിട്ട് കഴിക്കാത്തത് കൊണ്ട്. നിങ്ങൾ കാണുന്ന പോലെയൊന്നുമില്ല, UK ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ടൈമൊക്കെ വളരെ വ്യത്യസ്തം തന്നെ ആയിരിക്കുമല്ലോ. ഈ ഒരു ദിവസം വളരെ ഹാപ്പിനെസ്സും കുറച്ച് റിസ്ക് നിറഞ്ഞതായിരുന്നു. ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് വന്നതാണ്. ഇപ്പൊ സമയം 4:30.